പേഴ്സണൽ ലോൺ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്രെഡിറ്റ് സ്കോറിനെ അത് പ്രതികൂലമായി ബാധിക്കും. ഇത് ഭാവിയിലെ ലോൺ സാധ്യതകളെ ഇല്ലാതാക്കും. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഉപഭോക്താവായി കണക്കാക്കും. ഇത് സാമ്പത്തിക ഭാവിക്കും വ്യക്തിഗത ജീവിതത്തിനുമൊക്കെ ദോഷകരമായി മാറും. ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ബാങ്കുകൾ സിവിൽ കോടതിയിൽ നിങ്ങളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാനും സ്വത്ത് കണ്ടുകെട്ടാനോ ശമ്പളം തടഞ്ഞു വെക്കാനോ ആവശ്യപ്പെടാം. മനഃപൂർവ്വം വഞ്ചന കാണിച്ചെന്ന് ബാങ്കിന് തോന്നിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 420 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിൽ ജയിൽ ശിക്ഷയും ഉൾപ്പെടുന്നു. ബാങ്കുകൾക്ക് കുടിശ്ശിക തുക തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവർ കളക്ഷൻ ഏജൻസികളുടെ സഹായം തേടുന്നു. ഈ ഏജൻസികൾ ഫോൺ വിളികളിലൂടെയും നേരിട്ടുള്ള സന്ദർശനങ്ങളിലൂടെയും നിങ്ങളിൽ നിന്ന് പണം ഈടാക്കാൻ ശ്രമിക്കുന്നു. പലപ്പോഴും ഇവരുടെ പെരുമാറ്റം ഉപഭോക്താവിന് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേഴ്സണൽ ലോൺ തിരിച്ചടവിനായി ചില കർശന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉപഭോക്താവിനോട് മാന്യമായ രീതിയിൽ മാത്രമേ പെരുമാറാവൂ എന്നും കളക്ഷൻ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ബാങ്കുകൾ ശ്രദ്ധിക്കണമെന്നും RBI നിഷ്കർഷിക്കുന്നു.